അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റുസുലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായിരിക്കുന്ന റമളാൻ ദുആഇൻ്റെ മാസമാണ്. ഒരു അടിമ ഉടമയായിരിക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ദുആ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 183, 184, 185, 187 ഈ ആയത്തുകൾ പരിശുദ്ധമായിരിക്കുന്ന നോമ്പിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അതിൻ്റെ ഇടയിൽ 186 ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്താൽ ഞാൻ അവനിക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിരിക്കുന്ന അൽ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു, റമളാൻ ദുആഇൻ്റെ മാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഉത്തുലുബ് മാ ഇൻദല്ലാഹി യുഹിബ്ബുകുല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ നീ എന്ത് ചെയ്യ? തേടുക. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ നീ എന്താണ്? ചോദിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള വഴി അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്. ദുആഇനിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് റമളാൻ. റമളാനിൻ്റെ ഓരോ സമയങ്ങളും നാം റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് റമളാനിൽ ദുആഇനിക്ക് ഇജാബത്തുള്ളൊരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. ഇത് നമ്മിൽ നിന്ന് പല ആളുകളും നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. മഹാനായിരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി ദുആ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ റമളാനിലെ മഗ്രിബിൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ആ സമയം ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. അതിലുപ്പുണ്ടോ മധുരമുണ്ടോ, അതെടുത്തോ ഇതെടുത്തോ, അങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോ എന്ന് വർത്തമാനം പറയുന്നതിന് പകരം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടതായ രീതിയിൽ നോമ്പിനെ സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.